വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലയാള മണ്ണിൽ തൗഹീദിൻ്റെ മഹനീയമായ ആദർശ പ്രബോധന വീതിയിൽ പ്രഭാഷണങ്ങൾക്കും അതുപോലെ തന്നെ ഗണ്ണന മണ്ഡനങ്ങൾക്കുമൊക്കെ തന്നെ വലിയ സ്വാധീനമുണ്ടായിട്ടുണ്ട്. സംവാദങ്ങളിലൂടെയാണ് കൃത്യമായി പ്രമാണബദ്ധമായി ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ ദഅ്വത്ത് നടത്തിയതിലൂടെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രഭാഷണങ്ങൾക്കും സംവാദങ്ങൾക്കുമൊക്കെ പുറമെ തൂലികാ രംഗത്തും വലിയ സ്വാധീനമുണ്ടാവുകയും അതും ദഅ്വ രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. പഴയകാല സമ്മേളന സുവനീറുകൾ, അതുപോലെ തന്നെ നിരവധി പ്രസിദ്ധീകരണങ്ങൾ, ഇവയൊക്കെയും തന്നെ ദഅ്വ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വയായ വിചിന്തനം വാരിക തൗഹീദിൻ്റെ അക്ഷര പൊരുളായി കേരളക്കരയിൽ വളരെ സജീവമായി ഇന്നും നിലകൊള്ളുകയാണ്. വിചിന്തനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് കൃത്യമായി പഠനവിധേയമാക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് വലിയ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കൂടെയുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല മുസ്ലിം കേരളത്തിൻ്റെ തന്നെ തൂലിക രംഗത്ത് വളരെയേറെ മികച്ച സംഭാവനകൾ നൽകിയ, ഇന്നും ഈ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന EKM പന്നൂർ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ, അതുപോലെ തന്നെ അദ്ദേഹം ഗാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടും അങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിക കലാരംഗത്തൊക്കെ തന്നെ വലിയ സംഭാവനകൾ നൽകിയ മഹനീയ വ്യക്തിത്വമാണ്. വിചിന്തനം വാരികയുടെ മുഖ്യ പത്രാധിപരായും മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ആദ്യമായി മാന്മാഷോട് അന്വേഷിക്കാനുള്ളത്, ഈ പ്രസിദ്ധീകരണം വിചിന്തനം അതിൻ്റെ ആവിർഭാവവും അതുപോലെ തന്നെ വിചിന്തനം ലക്ഷ്യം വെച്ച അല്ലെങ്കിൽ അതിൻ്റെ ദൗത്യ നിർവഹണവുമൊക്കെ തന്നെ ഏത് രൂപത്തിലാണ്, അതിൻ്റെ തുടക്കം ഒക്കെ തന്നെ താങ്കളൊന്ന് വളരെ ലളിതമായി. അത് ഇസ്ഹാഖലി കല്ലിക്കണ്ടിയും ഞാനും ചേർന്ന് ഉണ്ടാക്കിയ ഒരു സ്വകാര്യ സംരംഭമാണ്. സംഘടനയുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ സംഘടനാപരമായ ഒരു കൃതി ഇറക്കുകയാണോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സ്വതന്ത്രമായി ഒരു വാരികയോ മാസികയോ എന്തെങ്കിലും നമുക്കൊന്ന് ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് തോന്നി. അങ്ങനെ സുവർണ ഗ്രാഫിക്സ്, അത് ഇസ്ഹാഖലിൻ്റെ ഒരു സ്ഥാപനമാണ്. അവിടെ വെച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ആണ് അതിൻ്റെ ഫോറം പൂരിപ്പിച്ചത്, ഡിക്ലറേഷൻ്റെ. അപ്പോൾ ഓണർഷിപ്പ് ആര് എന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഇസ്ഹാഖലിൻ്റെ പേരിലായിക്കോട്ടെ എന്ന് ഞാൻ, അല്ല പന്നൂരിൻ്റെ പേരിലായിക്കോട്ടെ എന്ന് മൂപ്പരും. അങ്ങനെ അവസാനം വിചിന്തനം എന്ന ഒരു പേരിട്ട് ഒരു 18 പേര് കൊടുക്കും, ഇതിലേതോ ഒന്നാണല്ലോ ഉണ്ടാവുക. അപ്പോൾ വിചിന്തനം എന്ന പേരിൽ ഒരു ഡിക്ലറേഷൻ കിട്ടണം എന്നായിരുന്നു ആഗ്രഹം. അത് കിട്ടി. വിചിന്തനം എന്ന പേരിന് ഉണ്ടാവാൻ ഒരു കാരണം, ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം, പുടവയുടെ അവസാനത്തെ പേജിൽ ഈ വിചിന്തനം എന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അതൊരു സാന്ത്വന സാഹിത്യമാണ്. മനസ്സിന് ഒരു ഉണർവ് കിട്ടുന്ന ചില ഒരു അനുകൂല ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു രചനയായിരുന്നു അതിൽ ഒരു പേജ് ഉണ്ടായിരുന്നത്, ഒറ്റ പേജ് അവസാനത്തെ. അപ്പോൾ അതിന് വിചിന്തനം എന്ന ഹെഡിങ് തന്നെയാണ്. അപ്പോൾ ആ പേരായിക്കോട്ടെ പുതിയ പ്രസിദ്ധീകരണത്തിന് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അത് കൊടുത്തു. അത് അനുവദിച്ചു കിട്ടി. ഞങ്ങൾ രണ്ടാളുടെയും ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒന്നാണ്. പിന്നീട് അത് സംഘടന അത് നല്ല വാരിക, നല്ല ചെലവുണ്ടായിരുന്നു, നല്ല സാമ്പത്തിക ശേഷി കൈവന്നിരുന്നു. അങ്ങനെ പിന്നീട് നല്ല വരുമാനമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളിങ്ങനെ കൈവച്ചിൽ നിൽക്കണ്ട, അത് സംഘടനക്ക് കൊടുക്കുക എന്ന് ഞങ്ങൾ രണ്ടാളും അഭിപ്രായ വ്യത്യാസമില്ലാതെ കൊടുത്തു. അപ്പോൾ സംഘടനക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അത്. ഇന്ന് പൊതുവെ പ്രഭാഷണങ്ങൾക്കും അതുപോലെ തന്നെ സംവാദരംഗത്തൊക്കെ തന്നെ വലിയ മുന്നേറ്റങ്ങൾ ആദർശ വിഷയത്തിലൊക്കെ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്ഥാനത്തിൻ്റെ വിവിധ ഘടകങ്ങൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ തന്നെ നല്ല എഴുത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പുസ്തക വായന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണ വായനാ രംഗത്ത്
അതിലേക്ക് എഴുതുന്നതിലുമെല്ലാം തന്നെ എഴുത്തിലും വായനയിലുമൊക്കെ തന്നെ വലിയ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്വരമൊക്കെ തന്നെ സമൂഹത്തിൽ നിന്ന് നമുക്ക് പൊതുവെ കേൾക്കാൻ സാധിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എഴുത്തും വായനയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുവത്വത്തിനോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ചർച്ചകൾ ചില ഗുണങ്ങളുണ്ട്. പക്ഷെ ശരിയായ വിജ്ഞാന വികാസം ഉണ്ടാവാൻ നല്ലത് ആ പുസ്തകം എടുത്ത് നോക്കി വായിച്ചാൽ പിന്നെ എന്ത് ചെയ്യാം, അത് അവിടെ മടക്കി വെക്കാം. പിന്നെ സംശയം ഉണ്ടാകുമ്പോൾ വീണ്ടും തുറന്നു നോക്കാം. അങ്ങനെ വായനയുടെ ഒരു നല്ല രൂപം ഏതാന്ന് വെച്ചാൽ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ രീതിയിൽ ഒരു പുസ്തകം ഉണ്ടാവുക, എന്നിട്ട് ശ്രദ്ധാപൂർവം അത് വായിക്കുക, അത് വായിപ്പിക്കുക. ആ രീതിയിലാവുമ്പോഴാണ് നമ്മുടെ മാനസിക വികാസം സംഭവിക്കുക. മറ്റേതങ്ങനെ കാറ്റ് പോകും, കാറ്റിൽ അങ്ങനെ പരന്നു പോകും. ഇതൊരു റെഫറൻസ് ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് നിൽക്കുന്ന സ്വഭാവമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്ന് കുറേ എഴുത്തുകാർ ഇപ്പോൾ ലേഖനങ്ങളായാലും അതുപോലെ തന്നെ കവിതകൾ, ഇതൊക്കെ നമുക്ക് ഇന്ന് വിചിന്തനത്തിനും ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന എഴുത്തുകാർ, എഴുതി തുടങ്ങുന്ന ധാരാളം ആളുകളുണ്ട് കോളേജ് തലങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എഴുതി തുടങ്ങുന്നവരോട് ഒരു ലേഖനം തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൃഷ്ടികൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് ഉള്ള നിർദ്ദേശങ്ങൾ ഒന്ന് പറഞ്ഞാൽ നന്നായി. പെട്ടെന്ന് ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കരുത്. ഉടനെ തന്നെ എഴുത്തുകാരനാവണം, എൻ്റെ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കണം, അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ധാരാളമായി വായിക്കുക. എഴുത് പിന്നെയാണ് 5 or 10 കൊല്ലം വായിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പേന എടുത്തിട്ട് എഴുതാൻ തുടങ്ങേണ്ടത്. എങ്കിൽ മാത്രമേ അതിനൊരു ആരോഗ്യം ഉണ്ടാവുള്ളൂ, ആ സൃഷ്ടിക്ക് എഴുത്തിന് ഒരു ബലം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആദർശ പഠനത്തിന് ഉതകുന്ന എഴുത്തുകൾ, ഈ പ്രസിദ്ധീകരണങ്ങളിലെ എഴുത്തുകൾ മാത്രമല്ല, ഈ ഗാന രചനാ രംഗത്തൊക്കെ പ്രത്യേകിച്ച് ചുവരിൽ ഒരു ഘടികാര അങ്ങനെ തുടങ്ങുന്ന ആ മണി മുഴങ്ങുന്നതിനെ കുറിച്ചൊക്കെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഇന്നും സാറ് ഒട്ടനവധി ഗാനങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എഴുത്തിന് പുറമെ ഈ ഒരു രംഗത്ത് കൂടി, അല്ലെങ്കിൽ പ്രബോധന രംഗത്ത് അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ പ്രത്യേകിച്ച് മദ്രസ സർഗമേളകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഇങ്ങനെ കലാരംഗത്ത് ഒക്കെ തന്നെ അത് പ്രബോധന പ്രവർത്തനത്തിന് ഉതകുന്ന രൂപത്തിൽ അത് പ്രയോജനപ്പെടുത്തേണ്ടതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ, വളരെ ഒരു 10-30 കൊല്ലം മുമ്പ് എഴുതിയ പാട്ടാണ്. ആ പാട്ട് കേട്ടപ്പോൾ KP മുഹമ്മദ് മൗലവി കരഞ്ഞു. അപ്പോൾ ഒരു പണ്ഡിതൻ എൻ്റെ ഒരു രചന പാട്ട് കേട്ടിട്ട്, ഞാനല്ല പാടിയത്, എൻ്റെ ഒരു രചയിതാവിന് എൻ്റെ ഒരു ശ്രമമാണല്ലോ. അപ്പോൾ KP അത് കരഞ്ഞു. അത് കാരണം അതിൽ ഇസ്ലാം മൊത്തം അടങ്ങിയിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ, എൻ്റെ ഖബറിനെ ആരാധനയ്ക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി, അങ്ങനെയുള്ളൊരു പാട്ടാണ്. അപ്പോൾ എൻ്റെ എഴുത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വിലപ്പെട്ട സമ്മാനം KPയുടെ ആ 2 കണ്ണീരാണ്. എൻ്റെ പാട്ടിൻ്റെ ആ അർത്ഥം ആലോചിച്ചിട്ട് KP കരഞ്ഞത് എൻ്റെ എഴുത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ്, അവാർഡാണ്. മുൻകാലത്തെ എഴുത്തുകാരെ, പ്രത്യേകിച്ച് ധാരാളം വലിയ വലിയ എഴുത്തുകാർ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ലേഖനങ്ങൾ ഇന്നും വലിയൊരു മുതൽക്കൂട്ടാണ് നമുക്ക്. പ്രത്യേകിച്ച് ഞാൻ ആദ്യത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഴയ സമ്മേളനങ്ങൾ, കുറ്റിപ്പുറത്തും അതുപോലെ തന്നെ പുളിക്കലും ഫറോക്കിലും ഒക്കെ നടന്ന സമ്മേളനത്തിന്റെ സുവനീറുകൾ എടുത്തു നോക്കിയാലൊക്കെ തന്നെ വളരെ വിശാലമായ തലത്തിൽ അല്ലെങ്കിൽ പഠനാർഹമായ ഒട്ടനവധി ലേഖനങ്ങൾ അതിൽ കാണാൻ സാധിക്കും. ഇന്ന് അത്തരത്തിലുള്ള ലേഖനങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടോ, അല്ലെങ്കിൽ അന്നത്തെ എഴുത്തുകാരുമായി ഇന്നത്തെ എഴുത്തുകാരെ അല്ലെങ്കിൽ യുവ തലമുറയിലെ എഴുത്തുകാരെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? അത് പൊതുവിൽ യുവാക്കൾ മടിയന്മാരായിട്ടാണ് കാണുന്നത് ഈ രംഗത്ത് എഴുത്തിന്. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പെട്ടെന്ന് ഒരു ഇക്കിളി ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു രസം കിട്ടുക, എന്നിട്ട് അതിലിങ്ങനെ കളിക്കുക എന്നല്ലാതെ
ഒരു ക്രിയേറ്റീവായ സ്വഭാവത്തിൽ വരുന്നത് കുറവാണ്. അത് നന്നായി ഒന്ന് കാര്യമായി അതിനെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കഴിവുള്ള എത്ര ചെറുപ്പക്കാർക്ക് ഒരുപാട് കഴിവുള്ളവരുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ആ കഴിവ് യൂട്ടിലൈസ് ചെയ്യണം. അതിൻ്റെ കുറവാണ്. അതിനെ പരിപോഷിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. കാരണം ചെറുപ്പക്കാരായ ആൾക്കാരെ മെമ്പർമാർ കയറിയിട്ട് ഒരു ഖുതുബ കേട്ടാൽ അത് മതി ഒരു മാസത്തേക്ക്. ആ രീതിയിൽ വളരെ ചെറിയ ആളുകൾ തന്നെ ഖുതുബ നടത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ നിലക്ക് നമ്മളെ യുവാക്കൾ ഉഷാറ് തന്നെയാണ്. വളരെ കാലിക പ്രസക്തമായ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ചെറുപ്പക്കാരുമൊക്കെ ശ്രദ്ധിക്കേണ്ട വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ബഹുമാന്യനായ EKM പന്നൂർ നമ്മളുമായി പങ്കുവച്ചത്. ഈ ഒരു അഭിമുഖം അല്ലെങ്കിൽ നമ്മളുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംവദിച്ചതിന് ബഹുമാന്യനായ EKM പന്നൂർ സാഹിബിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.